ഞാൻ ആ മോയിലപ്പുറം ബസ് സ്റ്റോപ്പിലുണ്ട്. ആ ശരി. എടാ, എന്നെ ചുമക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ നിന്നെ ചുമക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക്. അല്ല, ഇപ്പൊ ഇങ്ങനെ കിടന്നാ മതിയോ? പോണ്ടേ? എന്തോ ഷാജേട്ടാ, എന്താടാ? ഒരു ചെറിയ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. അവനെ അലിയക്കയുടെ കുണ്ടന്മാര് മാന്തിയായിരുന്നു. അവിടെ നിന്ന് അവൻ ചാടിപ്പോയി. അവന്മാര് പിന്നാലെ തന്നെ ഉണ്ട്. ഇനിയും മാന്താൻ ചാൻസ് ഉണ്ടെണ്ണ. നമ്മുടെ പിള്ളേർ മൊത്തം പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ അവൻ പെടും ഷാജേട്ടാ. നമുക്ക് മാവൂർ റോഡൊന്ന് കറങ്ങാം. പോലീസിലൊന്ന് വിളിച്ചു പറഞ്ഞാല്. സുധാകരേട്ടാ, മമ്മാലിക്ക് ഇതുവഴി വന്നോ? ഇല്ലല്ല മോളെ, ഇതുവഴി കണ്ടില്ലല്ലോ. എന്തേ? ഇല്ല, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഫോൺ വിളിച്ച് നോക്കിയിരുന്നോ? ഇല്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാൽ ആള് വീട്ടിൽ കാണും. എന്നാ പോയി നോക്കട്ടെ. സാർ, ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പാലത്തിൻ്റെ അടിയിലുണ്ട് സാർ. ശരി സാർ. ഓക്കെ സാർ. സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാബ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവനെ പിടിച്ചു കൊടുത്ത പൊന്നും വിലയാ. മേക്കപ്പ് ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, ജീവൻ ഉണ്ടാവണം. ഓക്കെ സാർ. ആ പാലം വഴി എടുത്തു. ശരി. ഓക്കെ. അവനിപ്പൊ പൊക്കിയ ഡീലിനേക്കാൾ കൂടുതൽ പൈസ ബാബ തരും. അവൻ ഈ സിറ്റി തന്നെയുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറങ്ങി നോക്കാം. എവിടെ കണ്ടാലും വിടരുത്. അക്ക, ഈ മുങ്ങുന്നര പിടിച്ചു കൊടുത്ത ഡീലിനേക്കാൾ കൂടുതൽ കാശ് കിട്ടുമെങ്കിൽ നമുക്കതങ്ങ് സ്ഥിരമാക്കിക്കൂടെ? എന്ത്? ഈ മുങ്ങുന്നര പൊക്കലേ. ഈ ഡീലിന് വരുന്നവരൊന്നും അങ്ങനെ മുങ്ങാറില്ല. മുങ്ങിയവരിട്ട് പൊങ്ങിയിട്ടുമില്ല. ആ വിശ്വാസത്തിന്റെ പേരാണ് ബാബ. നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ അവനെ പൊക്കിയിരിക്കും. വണ്ടി എടുക്കും. അതെ, നീ പോരത്തില്ലേ? പിന്നെ തള്ളണ്ടേ? നീ അങ്ങനെ പറയിപ്പോ തള്ളിക്കേ. ഓ, ഇവിടെ ഇരുന്ന് തള്ളാൻ നിങ്ങൾ തള്ളിയില്ലെങ്കിലും കാര്യം നടക്കണം. അതുപോലത്തെ ഒരു തള്ളില്ലേ? ശരിക്കും ആഞ്ഞു പിടിച്ചോ. എന്നല്ലടാ, വണ്ടി തള്ളടാ. തളിക്കോ, പിടിച്ചോ. അവിടെ ചവിട്ടിയ വണ്ടി ഓഫായി പോവും. ശരിടാ, സംഭവം ചെറിയായിട്ടാ. എന്താടാ? ബാബ കോഴിക്കോട് തന്നെ ആയിട്ടുണ്ട്. ഇനി എത്തിക്കളി നോക്കിട്ട് പോരെ. മണ്ണ് പറ്റുന്ന കേസാണെങ്കിൽ വിട്ടേക്കാട്ടാ. വെറുതെ പണി മേടിച്ചു കൊടുത്തു. ചായ ഇനി കയറി കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് മറ്റേ ബാക്കി പണി കിട്ടും കേട്ടോ. വേണ്ട, വിട്ടേക്കാം. ഇതാ വീട്. മോളെ, വാപ്പിച്ചില്ലേ? വാപ്പിച്ച് നോക്കി ചേച്ചി വന്നിക്കണ്. എന്താ മോളെ? മമ്മാലിക്കില്ലേ? ഇക്ക ഇപ്പൊ പുറത്തേക്ക് പോയുള്ളൂ. എന്താ കാര്യം? ഒന്നുമില്ല. ഇത് ഷാനു. രാവിലെ ഇവന്റെ ഫോണ് ഇക്കാന്റെ ഓട്ടോയില് വെച്ച് മറന്നുപോയി. അതിപ്പോ കിട്ടിയോന്നറിയാൻ. എന്റെ പടച്ചാനേ, ഇങ്ങടെ ഫോണായിനോ അത്? ശരിക്കും വെറുതെ ഞാൻ എന്റെ ഇക്കാനെ സംശയിച്ച് മീനും വാങ്ങി തന്നിട്ട് ഇപ്പൊ പോയുള്ളൂ. വഴിയിലിടയിൽ കാണും. എന്നാ ശരി. ശരി. പടച്ചാനെ, അത് കച്ചവടാക്കിട്ടുണ്ടാവോ? നടക്കാവ് പോലീസ് സ്റ്റേഷൻ. സത്യസന്ധനും സർവോപരി നമ്മുടെ എല്ലാ അഭിമാനവുമായ ശ്രീ പണ്ഡിറ്റ് മമ്മാലിയെ പുകഴ്ത്താൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഈ സത്യസന്ധതയെ ഈ കോഴിക്കോട് നഗരം മുഴുവനായി
ആദരിക്കുകയാണ്. ഇനി ഇദ്ദേഹമാകട്ടെ നമ്മുടെ ഒക്കെ മാതൃക. മമാലി, നമുക്കൊരു സെൽഫി. ഹലോ മോട്ടോ. ഇപ്പൊ 500 നോട്ട് എടുക്കുന്ന വാങ്ങിച്ചില്ലാട്ടാ. 500 പഴയ കളിയടാ. ഇപ്പൊ 1000 കൊടുത്തിട്ടും കാര്യമില്ല. എന്ത് നല്ല പോലീസ് സ്റ്റേഷൻ. പ്രതികൾ പോലീസ് സ്ഥലത്ത് പറയുന്നു. കൊള്ളാം. സാറേ, ഇവൻ നമ്മളെ കുഴപ്പിക്കുന്നത് തോന്നുന്നു. അവനെ കൊണ്ട് ഇറക്കി വിട്. നീ ഇവിടുത്തെ കമ്പിക്കോട്ട് ഇടിച്ച് ഞങ്ങൾക്കൊണ്ട് പണിയാൻ നോക്കല്ലേ? ഇനി നീ എന്താന്ന് വെച്ചാൽ കാണിക്കും. ദൈവമേ, ആളറിയാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഇടിയാണ്. എന്താ ഒന്നുമില്ല സാറേ. എന്താ കാര്യം? വില്ലേജ് ഓഫീസറിന് കയറി മാറി കയറിയതാ. പിന്നെ സമാധാനം. Hello, Mr. Tank. I am off. He immediately coming and the pickup. Okay? This is the sport is Modalakola. Okay. സാറേ, നമുക്ക് ട്രാഫിക്കിലെ CCTV ഫുട്ടേജ് ഒന്ന് നോക്കിയാലോ? എന്തെങ്കിലും തുക കിട്ടിയാലോ? താൻ എന്താടോ പറയണേ? അതിനിതൊരു ഒഫീഷ്യൽ ഓപ്പറേഷൻ ഒന്നും അല്ലല്ലോ. ലോക്കലിൽ സഹായം ചോദിച്ചാ പിന്നെ നമ്മളെന്തിനാ? ബാക്കി അവന്മാരെ നോക്കിക്കോളും. ജീവനോടാ പന്നിയുടെ മോനെ കൈ കിട്ടിയ കെട്ടി തൂക്കി കരുക്ക് പൊട്ടിച്ചിട്ടേ ബാബയ്ക്ക് കൊടുക്കും. ഞാൻ ഫിറ്റായി വെളിയിൽ കെട്ടി ഞാൻ തന്നെ അങ്ങ് ഫിറ്റാക്കി കെട്ടിയാണ്. ഇത് പഴയ റോപ്പായോണ്ടാട്ടോ. നാളെ പോലെ നല്ല റിച്ച് റോപ്പ് കൊണ്ടുവരണം. കുലിക്കല്ലേ, കുലുക്കി കുലിക്കുള്ളൂ. ഞാൻ കുലുക്കി സർബത്ത.